ഇപ്പോൾ നമുക്കൊപ്പം അഹമ്മദാബാദ് കേരള സമാജം പ്രസിഡന്റ് ഗ്രീഷൻ കൂടി ചേരുകയാണ്. ഗ്രീഷൻ, വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു അഹമ്മദാബാദിൽ എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പ്രദേശവാസികൾക്കടക്കം വലിയ തരത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയൊരു അപകടമാണ്. അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? വിമാനം പറന്നുയർന്ന് ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് മാത്രം സമയമായിട്ടുണ്ടാവുള്ളൂ. ആ സമയത്താണ് ഇത് മേളില് ആ തൊട്ട് എയർപോർട്ടിന്റെ അടുത്ത് തന്നെയുള്ള അത്ര ഉയരത്തിലുള്ള ബിൽഡിംഗ് ഒന്നും അല്ല, ഒരു 3 നില ഹൈറ്റിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ആ ഒരു ബിൽഡിങ്ങിന്റെ മേൽഭാഗത്തൊക്കെ തട്ടി അങ്ങനെ കുറച്ച് ചെറിയൊരു ശബ്ദത്തോട് കൂടിയിട്ട്, ഈ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് ആ ഗുജറാത്ത് ഹൗസിംഗ് ബോർഡിലുള്ള ആൾക്കാരൊക്കെ ശബ്ദം കേട്ട് അങ്ങനെ പുറത്തിറങ്ങി നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു തീ ഗോളമായിട്ടാണ് ഇത് വന്നിട്ട് താഴോട്ട് വന്ന് വീഴുന്നത്, തീ പിടിച്ചിട്ട്. അപ്പൊ ഇതില് ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടായത് ഈ മേഘാണി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് സംഭവം നടന്നിരിക്കുന്നത്, ഈ ഫ്ലൈറ്റ് വീണത്. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുജറാത്ത് ഹൗസിംഗ് ബോർഡിന്റെ ബ്ലോക്കുകളാണ്, അവിടെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതിന്റെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഗവൺമെന്റ് ഓഫീസുകൾ ഉണ്ടായിരുന്നു. ഗുജറാത്ത് IG ഓഫീസ്, പിന്നെ അതുപോലെ ഗുജറാത്ത് ഹൗസിംഗ് ബോർഡിന്റെ ഓഫീസുകൾ, അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ്, ഇതെല്ലാം ആ ഭാഗത്തായിരുന്നു. 1975 കാലഘട്ടത്തിലൊക്കെ എല്ലാം ഈ അഹമ്മദാബാദിലായിരുന്നു ഗുജറാത്തിന്റെ തലസ്ഥാന നഗരി. പിന്നെ ഗാന്ധികളിലോട്ട് പോയപ്പോഴാണ് ഈ ഓഫീസുകളെല്ലാം അങ്ങോട്ട് പോയി. പിന്നെ ഈ ബിൽഡിങ്ങുകളെല്ലാം അങ്ങനെ അധികം ഉപയോഗമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ അത് അടുത്ത സമയത്ത് കാലപ്പഴക്കം കൊണ്ട് ആ ബിൽഡിങ്ങുകളെല്ലാം ഇടിച്ചു നിരപ്പാക്കി. അത് ഇതിന്റെ ഈ വിമാനം തകർന്ന് വീണതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ ഉള്ളത്. ഈ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിന് വേണ്ടി ഈ സ്ഥലം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ അവർ ക്വാർട്ടേഴ്സ് പണിയിട്ടുണ്ട്. ജൂനിയർ ഡോക്ടർമാരും അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസും എല്ലാം ഈ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ബ്ലോക്കുകൾ മാത്രമേ പണിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ആ ബിൽഡിംഗ് വീണ സമയത്ത് കുറച്ച് ജൂനിയർ ഡോക്ടർമാർക്കും മെഡിക്കൽ സ്റ്റുഡൻസിനും ഒക്കെ അപകടം സംഭവിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ വലിയൊരു അപകടം ഒഴിവായത് ഈ ഗുജറാത്ത് ഹൗസിംഗ് ബോർഡിന്റെ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത് വീണില്ല. അത് വീണിരുന്നെങ്കിൽ ഇത് മരണസംഖ്യ ഇതൊന്നും ആയിരുന്നില്ല. അതിലൊക്കെ കൂടുതൽ നമ്മുടെ ലോക്കൽ ആൾക്കാർ ഒരുപാട് മരിക്കുമായിരുന്നു. അവിടെ ഈ സംഭവം നടന്ന ഉടൻ തന്നെ അവിടുത്തെ നമ്മുടെ ഇവരുടെ പോലീസുകാരും അതുപോലെ തന്നെ ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെല്ലാവരും ചേർന്നിട്ട് രക്ഷാപ്രവർത്തനം. പിന്നെ ഏറ്റവും വലിയൊരു ഇതുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റല് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ. അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഈ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ, BA മെഡിക്കൽ കോളേജുകൾ. അപ്പൊ അതുകൊണ്ട് ഈ ആൾക്കാരെ എല്ലാവരെയും പെട്ടെന്ന് തന്നെ അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം. പക്ഷെ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരാളും രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്നാണ് ഇതിനകം വെച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു മലയാളിയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗിരീഷൻ, താങ്കൾ ഇതിന്റെ സമീപം ആണോ താമസിക്കുന്നത്? ഈ ഒരു ദുരന്തം ഉണ്ടായ ഇല്ല, അവിടുന്ന് ഞാനൊരു 12 കിലോമീറ്റർ ദൂരത്താണ് താമസിക്കുന്നത്. എങ്കിലും ഈ സംഭവം അറിഞ്ഞ് ഞാൻ ഇപ്പൊ എന്താ 1 കിലോമീറ്റർ ദൂരം തൊട്ടേ അങ്ങനെ റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ആരെയും കടത്തി വിടുന്നില്ല. പോലീസുകാർ കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ തന്നെ ഞാൻ അങ്ങനെ നമ്മുടെ ഈ ഫ്ലൈറ്റിൽ ഈ സംഭവത്തിൽ മലയാളികളുണ്ട്, അവരുടെ വിവരം അന്വേഷിക്കണം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഞാനിപ്പോ ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രദേശം ഒരു ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടമുണ്ടായത്. അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അവിടെ ഏതെങ്കിലും തരത്തിൽ മലയാളികൾ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും താമസിക്കുന്ന സ്ഥലമാണോ? ഇല്ല, മലയാളികളൊന്നും ആ ഭാഗത്ത് ഒരു മലയാളിക്കും ഒരു അപകടവും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഒരു മലയാളി ഉണ്ട്, അത് ഫ്ലൈറ്റിലുള്ള ഒരു മലയാളിയാണ്. അല്ലാതെ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല. ശരി ഗിരീഷൻ.